അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്നലെയും തോറ്റു. സാധാരണ നാണം കെട്ട തോൽവി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇന്നലെ ശരിക്കും ഒരു നാണം കെട്ട തോൽവി തന്നെയായിരുന്നു. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങി ഇംഗ്ലണ്ട് 20 ഓവറിൽ അടിച്ചത് 201 റണ്ണാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ. ഫിലിപ്പ് സോൾട്ട് 70 റൺ അടിച്ചിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി. ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ അടിച്ചതോ ഫിലിപ്പ് സോൾട്ടിനേക്കാൾ 6 റൺ കൂടുതൽ. 76 ഇന്ത്യ ഓൾ ഔട്ട് ആവുമായിരുന്നു. ഇതോടെ 125 റണ്ണിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. ഇതോടെ സീരീസ് 2-0 ഇംഗ്ലണ്ട് ലീഡായി. ആദ്യത്തെ കളി ഒരു ടീം മാത്രമേ ബാറ്റ് ചെയ്തോളൂ, മഴ കാരണം ഉപേക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അതും ഇംഗ്ലണ്ട് ജയിച്ച് സീരീസ് ഇംഗ്ലണ്ട് കൊണ്ടുപോയതിന്. ഇനി 2 മത്സരമാണ് ശേഷിക്കുന്നത്. ഈ 2 ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ. അതിൽ അടുത്ത T20 നടക്കുന്നത് നാളെയാണ്. നാളെ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ്. സാധാരണ നമ്മൾ ശുഭ്മൻ ഗില്ലിനെ നമ്മളല്ല പലരും പറയാറുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പലരും ഇങ്ങനെ പറയാണ്ട് നൂലി കെട്ടി ഇറക്കിയ സൂപ്പർ സ്റ്റാർ ആണെന്ന്. പക്ഷെ ഗില്ല് അങ്ങനെ ഇറക്കിയതാണെങ്കിലും ഗില്ലും കളിച്ചിരുന്നു, ഇന്ത്യയും ജയിച്ചിരുന്നു. ഇതിപ്പോൾ ശ്രേയസ് അയ്യറിന് IPL വഴി ഇറക്കിയതാണോ ഏത് വഴി ഇറക്കിയതാണോ എന്നറിയില്ല. ശ്രേയസ് അയ്യറിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസിയിൽ ഒരു ജയം കാണാൻ ഇനിയും ഇന്ത്യ കാത്തിരിക്കണം. അയർലൻഡിനോട് സീരീസ് തോറ്റു, ഇപ്പോൾ ഇംഗ്ലണ്ടിനോടും നാണം കെട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസിൽ എന്താ പറയുക, 3 മത്സരം കളിച്ചില്ല, അപ്പം തന്നെ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തു. വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായി കളിച്ച ഹീറോണ്, വേൾഡ് കപ്പ് ഹീറോണ് സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തു. ഒരു കളി മര്യാദ കളിച്ചില്ല എന്ന് പറഞ്ഞ് ബിഷ്ണോയിനെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നോക്കിയാണെങ്കിൽ കഴിഞ്ഞ 4-5 കളിയിൽ ശ്രേയസ് ഒരു കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തൊട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട ക്യാപ്റ്റനെ തന്നെയല്ലേ. ഇപ്പൊ സൂര്യകുമാർ യാദവിന് എന്തിന് ക്യാപ്റ്റൻസി മാറ്റി? ശരി, ക്യാപ്റ്റൻസി മാറ്റി ഇത്ര നാളെ ക്യാപ്റ്റൻ ആയിരുന്നത് വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻസി മാറ്റി, എന്തുകൊണ്ട് ടീമിൽ പോലും എടുത്തില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം മാറേണ്ടത് ഗംഭീറൊക്കെയാണ്, അതിനുശേഷമല്ലേ പ്ലെയേഴ്സിനെ മാറ്റേണ്ട കാര്യമുള്ളൂ. എന്തായാലും അടുത്ത കളി നാളെയാണ്. നാളെ രാത്രി 10 മണിക്കാണ് ഇന്ത്യൻ സമയം. ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.